20 വർഷം കേസ് നടത്തി, എന്നിട്ടോ തോറ്റമ്പി. പറഞ്ഞു വരുന്നത് ആഗോള ഇലക്ട്രോണിക്സ് വമ്പനായ ഫിലിപ്സിനെ പറ്റിയാണ്. വീഡിയോ സിഡികളുടെ പ്രതാപകാലത്താണ് ഫിലിപ്സ് കേസ് കൊടുക്കുന്നത്. 2004 ഡൽഹിയിലെ BCI ഡിസ്ക് എന്നൊരു കമ്പനി തങ്ങൾക്ക് പേറ്റന്റുള്ള VCD കോപ്പി അടിച്ച് വിപണിയിൽ എത്തിച്ചുവെന്നായിരുന്നു പരാതി. ഡൽഹി ഹൈക്കോടതിയിലായിരുന്നു കേസ്. 21 വർഷം മുമ്പ് തുടങ്ങിയ കേസ് അങ്ങനെ നീണ്ടുപോയി. VCDകളുടെ പ്രതാപകാലവും കടന്ന് സ്പോട്ടിഫൈയും OTT പ്ലാറ്റ്ഫോമുകളും അരങ്ങുവാഴുന്ന ഡിജിറ്റൽ യുഗത്തിലെത്തി നമ്മൾ. എന്നിട്ടും ഫിലിപ്സിന്റെ കേസ് കോടതിയിൽ തന്നെയായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി വിധി പറഞ്ഞു. ഫിലിപ്സ് നൽകിയ പേറ്റന്റ് ലംഘന പരാതിയിൽ കഴമ്പില്ലെന്ന്. ഫിലിപ്സിന് പേറ്റന്റ് ഉണ്ടായിരുന്നത് ഒരു ട്രാൻസ്മീറ്റർ, റിസീവർ, ട്രാൻസ്മിഷൻ മീഡിയം എന്നിവയിലായിരുന്നു. ഇതൊന്നും ഡൽഹി കമ്പനിയുടെ ഉൽപ്പന്നത്തിൽ ഇല്ലായിരുന്നുവെന്ന് കോടതി കണ്ടെത്തി. ഇത്രയും കാലം എടുത്തിട്ടും ഫിലിപ്സ് ഈ കേസിൽ നിന്ന് പിന്മാറാത്തതിന്റെ കാരണം പലരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. പകർപ്പവകാശ ലംഘനങ്ങൾക്ക് വലിയ നഷ്ടപരിഹാരം കിട്ടുമെന്നതായിരുന്നു കാരണം. CD-യുടെ പ്രതാപകാലത്ത് കോടതിയിലെത്തിയ കേസ് ഡിജിറ്റൽ യുഗത്തിൽ അവസാനിച്ചതുപോലെ സങ്കീർണമാണ് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ എന്ന വിമർശനം ഉന്നയിക്കുന്നവരും കുറവല്ല.